ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സിൽ എങ്ങനെ നമുക്ക് തമ്പനെയിം ഉണ്ടാക്കാം. കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു ഗ്രൂപ്പുണ്ട് യൂട്യൂബിൽ. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോരോ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാർ ഷോർട്ടിൽ തമ്പനെയിം എങ്ങനെ ഉണ്ടാക്കി നമുക്ക് അപ്ഡേഷൻ ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നീട്ടിപ്പിക്കാതെ, നമ്മൾ നീട്ടാതെ നമുക്ക് അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ഷോർട്ടിൽ എങ്ങനെ തമ്പനെയിം ഉണ്ടാക്കാമെന്നുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. എല്ലാവരും നോക്കുക. ഫസ്റ്റിൽ നമ്മൾ ഫോട്ടോ എടുത്ത് ഗാലറിക്കകത്ത് ഇട്ടിരിക്കുക. നമ്മുടെ ഫോട്ടോസ് ഏത് ഷേപ്പിലുള്ള ഫോട്ടോ ആണെങ്കിലും, ചിലപ്പം ജോക്കി ആയിരിക്കും, അല്ലെങ്കിൽ കോമഡി ആയിരിക്കാം, അല്ലെങ്കിൽ സെൻറ്റി ആയിരിക്കാം, ഏത് ടൈപ്പിലുള്ള ഇതാണെങ്കിലും നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഗാലറിക്കകത്ത് ഓൾറെഡി ഇട്ടിരിക്കണം. ഇതുപോലത്തുള്ള ഫോട്ടോകൾ. ഓക്കെ, ഏത് സ്റ്റൈലിലാണല്ലോ. ഓക്കെ, ഇതുപോലെ നമ്മൾ ഫോട്ടോ എടുത്ത് സേവ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ നേരെ പിക്സാർട്ടിൽ പോയിട്ട് ഇതുപോലൊരു പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് കഴിഞ്ഞും സ്റ്റാർട്ട് സെറ്റിംഗ് കൊടുക്കുക. സെറ്റിംഗ് കൊടുത്തതിന് ശേഷം ഇവിടെ കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീൻ വരും. അതിൽ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ക്രോപ്പിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് സൈസ് നമ്മൾ ക്ലിയർ ചെയ്യുക. സൈസ് 16.9 ക്ലിയർ ചെയ്ത് സെറ്റാക്കി ശരി കൊടുക്കുക. അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഏത് ഫോട്ടോയാണോ ആ ഫോട്ടോ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫോട്ടോയാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് മുകളിൽ ആഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഫോട്ടോയായി. എന്നിട്ട് താഴോട്ട് സ്ക്രോപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റിൽ ഫ്രീ ക്രോപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. പേഴ്സണലി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഒരു ചുമന്ന കളറിൽ വരും. എന്നിട്ട് ശരി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ കട്ടിങ് ആയി. ഓക്കെ, ഇതിങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ നടുക്കൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് കൊടുക്കുക. എന്താ ഇങ്ങനെ എന്നുള്ളത് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുക. എന്താ ഇങ്ങനെ. ഓക്കെ, കൊടുത്തതിന് ശേഷം നമ്മൾ വലുതോ ചെറുതോ ആക്കി വെക്കുക. ഓക്കെ, നമ്മൾ വലുതോ ചെറുതോ ആക്കി ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അടുത്തതിന് സ്റ്റിക്കറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കറോ കൊടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്തിട്ട് നമുക്ക് ചെറുതാക്കി ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. എന്നിട്ട് ലൈറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം ഇവിടെ നമുക്ക് വെച്ചിട്ട് ബാക്കിൽ ഇവിടെ വെച്ചിട്ട് മൂവിങ് കൊടുക്കാം. ഓക്കെ, ഇത്രയും ആക്കിയതിന് ശേഷം മുകളിലൊരു സേവിങ് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി. ഓക്കെ, ദെൻ ഗോ ടു ബാക്ക് ദ ഗാലറി ആൻഡ് ഗാലറിയിൽ പോവുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത് വീഡിയോസ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെടുത്ത ഈ വീഡിയോ ആണ്. ഇത് ക്ലിക്ക് ചെയ്യുക. നേരെ സെൻഡ് മെയിൽ കൊടുക്കുക. താഴത്തെ സ്ക്രോപ്പ് ചെയ്യുക. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓൾറെഡി വീഡിയോ ആയി. ഇവിടെ കൊണ്ടുവരിക. നമ്മുടെ തമ്പനെയിം സേവ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ഫോട്ടോപ്പായി. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഒരു ഹായ് കൊടുത്തിട്ട് നമ്മൾ ഷോട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഷോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇത് മിനിമൈസ് ചെയ്യുക. നേരെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. സ്റ്റുഡിയോയിൽ പോയി കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ സ്ക്രോപ്പിങ് കാണിക്കും. ഡൗൺലോഡ് കണ്ടോ, ഡൗൺലോഡ് കാണിക്കും. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ തമ്പനെയിമും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ടിൽ തമ്പനെയിം ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കിലേക്ക് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.